വചനം വചനം ത്രിയേക ദൈവമം വചനം വചനം. ത്രസ്കാന്തോസ് 2024 പെസഹ ത്രിദിന വിചിന്തനങ്ങളിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ലോകം മുഴുവനും തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അതിപ്രധാനമായിട്ടുള്ള 3 ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. പെസഹ വ്യാഴാഴ്ച തുടങ്ങി നമ്മുടെ രക്ഷകനും നാഥനും ആയിട്ടുള്ള കർത്താവ് ഈശോ മിശിഹായുടെ പീഠാസഹനം, കുരിശുമരണം, ഉത്ഥാനം എന്നിവ ഉൾക്കൊള്ളുന്ന പെസഹ രഹസ്യം ആഘോഷിക്കുന്ന വേളയാണ് ഈ പെസഹ ത്രിദിനം എന്ന് പറയുന്നത്. ഈ പെസഹ ത്രിദിനത്തിൽ നമ്മൾ ഇന്ന് ആരംഭം കുറിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ 3 വാർഷിക ആഘോഷങ്ങൾ നമ്മൾ അനുസ്മരിക്കുകയും കൊണ്ടാടുകയുമാണ്. ഒന്നാമത്തെ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ അർപ്പിച്ച പ്രഥമ ദിവ്യബലിയുടെ വാർഷികാഘോഷമാണ്. രണ്ടാമത്തെ വാർഷികാഘോഷമെന്ന് പറയുന്നത് കർത്താവ് ഈശോ മിശിഹ പ്രഥമമായിട്ട് അർപ്പിച്ച ദിവ്യബലി തൻ്റെ വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിൽ എന്നും തുടർന്നു കൊണ്ടുപോകണം എന്ന ലക്ഷ്യത്തോടു കൂടി അവിടുന്ന് സ്ഥാപിച്ച പൗരോഹിത്യ ശുശ്രൂഷയുടെ വാർഷിക ആഘോഷമാണ്. മൂന്നാമത്തെ വാർഷികാഘോഷം എന്ന് പറയുന്നത് കർത്താവ് ഈശോ മിശിഹ നമുക്ക് പുതിയ ഒരു കൽപ്പന നൽകിയ വാർഷികാഘോഷം. ഇങ്ങനെ 3 വിധത്തിലുള്ള വാർഷികാഘോഷങ്ങളാണ് പെസഹ വ്യാഴാഴ്ച സഭയിൽ കൊണ്ടാടപ്പെടുന്നത്, ആഘോഷിക്കപ്പെടുന്നത്, അനുസ്മരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുന്നത്. യേശുനാഥൻ ഇസ്രായേലരുടെ കടന്നു പോകൽ തിരുനാളിലെ പുതിയ നിയമത്തിൽ പുതിയൊരു മാനം നൽകി. യഹൂദരുടെ പെസഹായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഓർമ്മിക്കുന്നത് 2 തരത്തിലുള്ള കൃതജ്ഞതാ ആഘോഷങ്ങളുടെ ജോയിൻ്റ് സെലിബ്രേഷനായിരുന്നു അവരുടെ പെസഹ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ആബേലിൻ്റെ സന്തതികൾ, അവർ ആട്ടിടയന്മാരായിരുന്നു, ഇടയന്മാരായിരുന്നു. ഇടയന്മാർ തങ്ങളുടെ ആടുകളെ ശൈത്യ മേഖലയിൽ നിന്നും, ശൈത്യ മേടുകളിൽ നിന്നും ഉഷ്ണമേഖലകളിലേക്ക് നയിക്കുന്ന ഒരു സംഭവം. അങ്ങനെ അവർ ശൈത്യമേഖലയിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്ക് വരുമ്പോൾ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അതിൽ നല്ലൊരു ആടിനെ സമർപ്പിച്ച് അവർ ആഘോഷിക്കുമായിരുന്നു. രണ്ടാമത്തെ കൂട്ടര് കായൻ്റെ സന്തതികൾ. കായനും മറ്റും കൃഷിക്കാരായിരുന്നു. ഈ കൃഷിക്കാർ തങ്ങളുടെ കാർഷിക വിളവെടുപ്പിൻ്റെ ഉത്സവം മസോത്ത് എന്ന് പറയുന്ന ഉത്സവം ആഘോഷിക്കുന്നു, ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നു. അപ്പോൾ ഈ 2 ആഘോഷങ്ങളും സമഞ്ജസമായിട്ട് ഓർമ്മിക്കുന്ന ഒന്നാണ് പാസ് ഓവർ, യഹൂദരുടെ പാസ് ഓവർ അല്ലെങ്കിൽ യഹൂദരുടെ കടന്നുപോകൽ. ഈ കടന്നുപോകലിന് ക്രിസ്തുനാഥൻ പുതിയ നിയമത്തിൽ ഒരു പരിവർത്തനം വരുത്തി കടന്നുപോകലിന് പ്രസക്തി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ കടന്നുപോകൽ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്കുള്ള ഒരു കടന്നുപോകലാണ്, അല്ലെങ്കിൽ ജീവിക്കുവാൻ വേണ്ടി ഉള്ള ഒരു കടന്നുപോകലാണ്. ലോകം മുഴുവനും ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കടന്നുപോകലാണ് ക്രിസ്തു നമുക്ക് മാറ്റിത്തന്ന ഈ പെസഹ രഹസ്യം. 3 ചിന്തകൾ, 3 വിചാരങ്ങൾ ഈ പെസഹ ആഘോഷത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേത്, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിനയത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. കർത്താവ് ഈശോ മിശിഹ നമുക്ക് അതിന് നല്ല മാതൃക തന്നെ നൽകിയിട്ടുണ്ട്. ശിഷ്യരോടൊത്ത് ഇരുന്ന അവസരത്തിൽ വിനയത്തിൻ്റെ മാതൃകയായിട്ട് അവിടുന്ന് ഭക്ഷണത്തിൻ്റെ മധ്യേ എഴുന്നേറ്റ്
അരയിൽ വെൺകച്ചയെടുത്ത് പാത്രത്തിൽ വെള്ളമെടുത്ത് ശിഷ്യരുടെ പാദങ്ങളിൽ ഒഴിച്ച് കഴുകി. അത് വിനയത്തിൻ്റെ എളിമയുടെ ഒരു ശുശ്രൂഷയാണ്, ഒരു അടിമ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അതൊരു വെല്ലുവിളിയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തേത്, മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ, സ്വയം ബലിയായിത്തീരുന്നതിൻ്റെ, സ്നേഹത്തോടു കൂടിയുള്ള ഒരു പങ്കുവെപ്പിനുള്ള ഒരു വെല്ലുവിളിയാണ്. ക്രിസ്തുനാഥൻ തൻ്റെ ജീവിതത്തെ തന്നെ മറന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവം, പിതാവായ ദൈവം തനിക്ക് നൽകിയിട്ടുള്ള തൻ്റെ ജനത്തെ ഓർമ്മിക്കുന്നതിന് വേണ്ടി. അപ്പോൾ വിശാലമായി കിടക്കുന്ന ഈ ഭൂപ്രദേശത്ത്, ഈ ലോകത്ത്, പിതാവായ ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന എൻ്റെ ജനത, അത് സർവ്വജനങ്ങളും പ്രപഞ്ചം മുഴുവനും, അവരെക്കുറിച്ചിട്ടുള്ള ചിന്ത ഈശോയ്ക്ക് തന്നെ മറക്കുവാനും താൻ ഒരു യഥാർത്ഥത്തിലുള്ള ബലിയായി തീരുവാനായിട്ടും മറന്നുകൊണ്ട് സ്നേഹിച്ച് പങ്കുവയ്ക്കുവാനായിട്ടും അവിടുന്ന് സാധിച്ചു. ഇത്തരത്തിലുള്ള ഒരു ബലിയും സ്നേഹത്തിൻ്റെ പങ്കുവയ്പ്പും ആയിത്തീരുവാനായിട്ടുള്ള വെല്ലുവിളി ഈ പെസഹ വേഴത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. മൂന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും തന്നെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുക മാത്രമല്ല, നമ്മിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകരുക, അത് തലമുറകളായിട്ട് പകരുക. അതൊരു ഇൻവിറ്റേഷനാണ്, ദൈവം തന്നെ നമുക്ക് നൽകിയിട്ടുള്ള ഇൻവിറ്റേഷനാണ്. അതുകൊണ്ട് ക്രിസ്തുവാഹകർ, ക്രിസ്തുവിനെ സംവഹിക്കുന്നവർ ആയിത്തീർന്നുകൊണ്ട് ദൈവവചനം പ്രഘോഷിക്കണം. വിനയത്തിൻ്റെ മാതൃകയായിട്ട് നമ്മൾ ശുശ്രൂഷ ചെയ്യണം. പാപങ്ങൾ പൊറുക്കണം പരസ്പരം. അതുപോലെ തന്നെ ക്ഷമിക്കുവാനും പൊറുക്കുവാനും മറക്കുവാനും നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ അഭിമുഖീകരിക്കാൻ പോകുന്ന സഹനങ്ങൾ അത് നമ്മെ ഉദ്ധാനത്തിലേക്ക് നയിക്കും. ഇതാണ് കർത്താവ് വിശ്വമിശിഹാ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ പാഠം തന്നെ. അപ്പോൾ ഈ പെസഹ പെസഹ വ്യാഴാഴ്ചയിലെ ആഘോഷം രണ്ട് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട്, പരിശുദ്ധ ദിവ്യകാരുണ്യം ക്രിസ്തുനാഥൻ സ്ഥാപിച്ചു. ആ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ, ആ ദിവ്യകാരുണ്യ ആരാധന നമ്മൾ നടത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ മുന്നിൽ വിനയത്തോടുകൂടി കുമ്പിടുവാനായിട്ടുള്ള മനധൈര്യവും തീക്ഷ്ണതയും ഒക്കെ ആർജിച്ചെടുക്കണം. രണ്ടാമതായിട്ട്, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാർ, എൻ്റെ സഹോദരിമാർ, അവർക്ക് വേണ്ടിയിട്ടുള്ള വിനയത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ കുമ്പിടുവാനായിട്ടുള്ള ആർജവത്വം നമുക്കുണ്ടായിരിക്കണം, അതിനുള്ള എളിമ നമുക്കുണ്ടായിരിക്കണം. ഇവ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് വിനയത്തോടുകൂടി ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സാധിക്കുക. വിനയത്തോടുകൂടി അവൻ്റെ മുന്നിൽ മുട്ടുകുത്തി അവന് വേണ്ടി സേവനം ചെയ്ത് അവനിൽ ക്രിസ്തുവിനെ ദർശിച്ച് ദൈവത്തെ ദർശിച്ച് മുന്നേറുക. ഇവ രണ്ടും വെല്ലുവിളി തന്നെയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോ വർഷവും ആഘോഷിക്കപ്പെടുന്ന ഈ 3 വാർഷിക ആഘോഷങ്ങൾ കൊണ്ട് അർത്ഥമുണ്ട്. അത് നമ്മിലേക്ക് ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ വർഷിക്കും. അത് നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്തു സംവാഹകരായിട്ട് നമുക്ക് മാറാം. ക്രിസ്തുവിൻ്റെ വിനയ പ്രവൃത്തികൾ ചെയ്യുന്നവരായിട്ട് നമുക്ക് ആയിത്തീരാം. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പെസഹ തിരുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊള്ളും.